ഇന്നയോളം ജയോത്സവമായി നമ്മെ നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയെ നമ്മൾ ഇന്ന് ഓർക്കണം. തിരുവഴുത്തിൽ നാം വായിക്കുന്ന പോലെ രാവിലെ തോറും ദൈവത്തിന് ദയയെയും രാത്രി തോറും അവിടുത്തെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നത് നല്ലത്. ഈ ആഴ്ചയുടെ രാവിലെ ദിവസമായ ഇന്നേ ദിവസം ഈ കർത്തൃദിനത്തിൽ നമുക്ക് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിൽ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിന് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ കർത്താവ് കൃപ നൽകുമാറാകട്ടെ. സന്നിധരായ എല്ലാ സഹോദരി സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ നമ്മുടെ മധ്യത്തിൽ ഇന്ന് അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പക്ഷേ ജിനു ജോർജ് അവർ, സിസ്റ്റർ ഗ്ലോറി കുഞ്ഞുങ്ങൾ, അവരെ കുടുംബമായി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുബായിലുള്ള IPC കർമേൽ ചർച്ചിൽ അവർ ശുശ്രൂഷ നിർവഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവരുടെ പിതാവ് കാൽഗറിയിൽ സാമുവൽ ഡാനിയൽ, പ്രൈസ് ദി ലോർഡ്. ആ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ WPCയുടെ കോൺഫറൻസിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഒരു സെഷനിലെ പ്രാർത്ഥനയിൽ അദ്ദേഹം ദൈവത്തിൻ്റെ വചനം താവിൻ്റെ ദാസൻ സാമുവൽ ഡാനിയേൽ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മകളും കുടുംബമാണ് ഇന്ന് ആരാധന നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. അവർ ദുബായിൽ കർത്താവിന് വേല ചെയ്യുന്നു. ഏതാനും ചില ദിവസങ്ങൾ സിയാറ്റിൽ അവരുടെ ബന്ധുവിൻ്റെ ഭവനത്തിൽ വരികയും നമ്മോടൊപ്പം ഇന്ന് ആരാധനയിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു. കർത്താവിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ദൈവം. നമ്മുടെ കർത്തൃദാസൻ പാസ്റ്റർ സാം തോമസ് അവർകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ബോസ്റ്റണിൽ നടന്ന IPC കോൺഫറൻസിനോടുള്ള ബന്ധത്തിൽ ആ കർത്താവിൻ്റെ ദാസനെ ഒരു സെഷനിൽ ദൈവത്തിന് സംസാരിപ്പാൻ അവസരം ഉണ്ടായിരുന്നു. ആ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അവിടെ പോയി ആ ശുശ്രൂഷ അനുഗ്രഹമായി നിർവഹിക്കപ്പെട്ടു. ക്ഷേമമായി മടങ്ങിയെത്തുവാനും തുടർന്ന് നമ്മുടെ ഇടയിൽ പിന്നെയും ശുശ്രൂഷയിൽ മുന്നേറുവാനും കർത്താവ് കൃപ ചെയ്തിട്ട് കുടുംബമായി ദൈവം തൻ്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. സന്നിധരായ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കായി കുഞ്ഞുങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. 81-ാം സങ്കീർത്തനമാണ് ധ്യാനത്തിനായിട്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ദയവായി ഈ 81-ാം സങ്കീർത്തനത്തിൻ്റെ 15-16 വേദവാക്യങ്ങളൊന്ന് വായിക്കാം. മതി. പ്രൈസ് ദി ലോർഡ്. മേത്തരമായ ഒരു നല്ല ശുഭകാലം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. എന്നാൽ നീയായിട്ട് അത് നഷ്ടമാക്കി കളയരുത് എന്നുള്ള കൺക്ലൂഡോടെയാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്. ദൈവം തന്റെ ജനത്തെ ഏറെ സ്നേഹിക്കുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ, ദൈവിക പ്രമാണത്തിനനുസരിച്ച് നീ നടന്നിരുന്നെങ്കിൽ, അവന്റെ വാക്ക് നീ കേട്ടിരുന്നെങ്കിൽ, അവന്റെ വചനം നീ അനുസരിച്ചിരുന്നെങ്കിൽ, അവന്റെ ആലോചന നീ കേൾപ്പിട്ടിരുന്നെങ്കിൽ, നിന്റെ ശുഭകാലം എന്നേക്കും നിലനിൽക്കുമായിരുന്നു. മാത്രമല്ല, മേത്തരമായ ഗോതമ്പ് കൊണ്ട് ഞാൻ നിന്നെ പോഷിപ്പിക്കുമായിരുന്നു. മാത്രമല്ല, പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ദൈവത്തിന് അതാണ് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചത്. മേത്തരമായ ഒരു ശുഭകാലം ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കി. എന്നാൽ പലർക്കും ആ നന്മ ദൈവം ഒരുക്കിയതിനനുസരിച്ച് അനുഭവിപ്പാൻ കഴിയാതെ പോകുന്നു. എന്താണ് അതിന്റെ കാരണമെന്ന് ഇവിടെ തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 13 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, കേട്ടെ, അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. അവർക്ക് നന്മ ഞാൻ ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു. ദൈവം ഒരു വ്യക്തിയെ മാനിച്ചാൽ ദൈവത്തിന്റെ വലുപ്പത്തിനനുസരിച്ചാ മാനിക്കുന്നു. നമുക്കാർക്കും ഹാമാനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഭയങ്കര ബുദ്ധിമാനായിരുന്നു, ജ്ഞാനിയായിരുന്നു. അതുകൊണ്ടാണ്
അഹസ്വേരോശ് രാജാവ് ഏത് വിഷയവും തന്നോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. തന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ച മൊർദെഖായിക്ക് എന്ത് പകരം കൊടുക്കണമെന്ന് ഇങ്ങനെ ചിന്തിച്ചു. രാജാവിന് ശരിയായ ഉത്തരം കിട്ടിയില്ല. അപ്പോഴാണ് നന്നാ രാവിലെ ഹാമാൻ ഈ മൊർദെഖായിയെ തൂക്കാൻ അനുവാദം ചോദിക്കാൻ രാജാവിന്റെ അടുക്കൽ വരുന്നത്. കണ്ട മാത്രയിൽ രാജാവ് ഈ ഹാമാനോട് ചോദിച്ചു, ഹാമാനെ, രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന മനുഷ്യനെ എങ്ങനെ ആദരിക്കണമെന്ന്. ഹാമാൻ വിചാരിച്ചു, എന്നെ അല്ലാതെ വേറെ ആരാ? എസ്തർ രാജ് വിരുന്നൊരിക്കപ്പോഴും വേറെ ആരെയും കൊണ്ടുപോയില്ല, രാജാവ് എന്നെയാ കൊണ്ടുപോയത്. അഹസ്വേരോശ് രാജാവിന് അത്രത്തോളം എന്നോട് താല്പര്യമാണ്. സ്തോത്രം. അതുകൊണ്ട് ഹാമാൻ മറുപടി പറഞ്ഞു, രാജാവേ, രാജാവിന്റെ വസ്ത്രങ്ങളൊക്കെ അണിയിച്ച്, രാജാവിന്റെ പൊന്മോതിരം ഇടിയിപ്പിച്ച്, രാജാവിന് കിരീടം വെപ്പിച്ച്, രാജാവിന്റെ അങ്കി അണിയിച്ച്, രാജാവിന്റെ കുതിരപ്പുറത്ത് കയറ്റി ഈ തെരുവിലൂടെ രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന മനുഷ്യരെ ഇങ്ങനെയാക്കും, ഇങ്ങനെയാക്കും, ഇങ്ങനെയാക്കും എന്ന് വിളിച്ചു പറയണം. അപ്പൊ തന്നെ രാജാവിനത് ബോധിച്ചിട്ട് ഹാമാനോട് പറഞ്ഞു, ഹാമാനെ, നീ പറഞ്ഞത് നല്ലത്. അടുത്ത എന്നാന്നറിയാമോ? ഒന്നും കുറച്ചേക്കരുത്, ഒന്നും കുറച്ചേക്കരുത്. രാജാവ് ബഹുമാനിക്കാനിരിക്കുന്നവരെ രാജാവിനെ പോലെ അണിയിച്ചൊടുക്കി മാനിക്കുക എന്നുള്ളതായിരുന്നു രാജകീയ ധർമ്മം. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അത് ഹാമാൻ നല്ല ബെസ്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ രാജാവിനെ മാനിച്ചാൽ, രാജാവിനെ സേവിച്ചാൽ, ഈ രാജാവിന് തക്കവണ്ണമാണ് തൻ്റെ കുഞ്ഞുങ്ങളെ ബഹുമാനിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊരു വേദവാക്യം വായിക്കാം. ദൈവത്തിന് സ്തോത്രം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യത്തിൽ മോശ മുഖാന്തരം ഇസ്രായേലിനോട് ദൈവം പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്. മോശ മുഖാന്തരം ഇസ്രായേലെ, ഞാൻ നിന്നെ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ നിന്നെ മാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെയാ? ഒന്ന് വായിച്ചു. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഹല്ലേലൂയ. എന്റെ വാക്ക് നിങ്ങൾ കേട്ടനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ദൈവത്തിന്റെ സമ്പത്ത്, ദൈവത്തിന്റെ അസറ്റ് അതെന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ പുത്രൻ മുഖാന്തരം ദൈവം വീണ്ടെടുത്ത, ഏകജാതന്റെ രക്തം കൊണ്ട് കഴുകി തുടച്ച് ക്ലീൻ ചെയ്തെടുത്ത തൻ്റെ മക്കളാണ് ദൈവത്തിന്റെ സമ്പത്ത്. അവർ എനിക്ക് പുരോഹിത രാജത്വവും വിശുദ്ധ ജനവുമാകും. ഈ വചനങ്ങളെ ഇസ്രായേൽ മക്കളോട് നീ പറയണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവർ എനിക്ക് പുരോഹിത രാജത്വമാണ്, അവർ എനിക്ക് വിശുദ്ധ ജനമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, പ്രമാണമനുസരിച്ച് നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ. ഹല്ലേലൂയ. ബേത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. പാറയിലെ തേൻ കൊടുത്ത് അവരെ തൃപ്തീകരിക്കുമായിരുന്നു. കാരണം ദൈവത്തിന്റെ പ്രത്യേക സമ്പത്താണെന്ന് അവര്. ഈ ബിലാമുകളുടെ പുസ്തകത്തിലൊരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. തങ്കത്തോട് തുല്യരായിരുന്ന സിയോന്റെ വിശിഷ്ട പുത്രന്മാരെ കുശവന്റെ പണിയായ മൺപാത്രങ്ങളെ പോലെ എണ്ണിയിരിക്കുന്നത് എങ്ങനെ? ഹല്ലേലൂയ. കണ്ണുനീരിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന, അധിക സമയവും മുട്ടുമേൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഇസ്രായേലിന്റെ അഗ്രഗണ്യ പ്രവാചകനായ ഇരമ്യാവ്. ആ ഇരമ്യാവിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇസ്രായേലിനോട് പറയുക, നിങ്ങൾ ആരാണെന്നറിയാമോ? തങ്കത്തോട് തുല്യരായ സിയോന്റെ വിശിഷ്ട പുത്രന്മാർ. നോക്കണേ, തങ്കത്തോട്, കേവലം സ്വർണമല്ല, 22 കാരറ്റ് അല്ല, തങ്കത്തോട് തുല്യരായ സിയോന്റെ വിശിഷ്ട പുത്രന്മാർ. പക്ഷെ അവരെന്റെ വാക്ക് കേട്ടില്ല.
അവരെൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടില്ല, എൻ്റെ വഴിയിൽ അവർ നടന്നില്ല. അതുകൊണ്ട് സംഭവിച്ചത് എന്നതാ, ഈ വിശിഷ്ട പുത്രന്മാരെങ്ങനെയായി തീർന്നു? കുശവന്റെ പണിയായ മൺപാത്രങ്ങളെ പോലെ എണ്ണിയിരിക്കുന്നു. കുശവന്റെ പണിയായ മൺപാത്രങ്ങളെ പോലെ അവരായി തീർന്നു. ഏറ്റവും വിലപിടിപ്പുള്ള തങ്കം, നമ്മുടെ നാട്ടിൽ സാധാരണ പറയും പാണ്ടിക്കലം, മൺചട്ടി, വില കുറഞ്ഞ പാത്രമാണ് മറ്റു പാത്രങ്ങളെ അപേക്ഷിച്ച്. ഹല്ലേലൂയ. അപ്പൊ തങ്കത്തോട് തുല്യരായ സിയോന്റെ വിശിഷ്ടപുത്രന്മാർ മൺപാത്രം പോലെ ആയിത്തീർന്നു. കാരണം ദൈവം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. സകല ജാതികളിലും വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. പ്രത്യേക സമ്പത്ത് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അവരുടെ ആയുഷ്കാലം മുഴുവൻ എങ്ങനെയായിരിക്കും? ശുഭകരമായ നിലയിൽ. നമ്മൾ വായിച്ചത് ഹല്ലേലൂയ, ശുഭകാലം, ദീർഘമായ ശുഭകാലം. ദീർഘമായ നിലയിൽ മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് പോഷിപ്പിക്കപ്പെടുന്നവർ, തേൻ കൊണ്ട് ആക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സമ്പത്തായിരുന്നു ദൈവത്തിന്റെ ജനം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, അവർ പ്രമാണം തെറ്റിച്ചു. ഹല്ലേലൂയ. ഈ ഡ്യൂട്രോണമി ചാപ്റ്റർ 5:29 വായിക്കാം. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 29-ാം വാക്യം. അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കാൻ അവരെന്നെ ഭയപ്പെടേണ്ടതിനും എന്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കാൻ, എല്ലാ കാലത്തും നന്നായിരിക്കാൻ, അവർ എന്നെ എന്നും ഭയപ്പെടേണ്ടതിന്, എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിന് ഇങ്ങനെയുള്ള ഹൃദയം അവർക്കെപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്ന്. അങ്ങനെയെങ്കിൽ അവർക്ക് നിരാശപ്പെടേണ്ടതായിട്ട് വരുന്നില്ല. ഭീതി അവരെ അലട്ടേണ്ട ആവശ്യമില്ല. പല വിഷയങ്ങളിലും അവർ ഭാരപ്പെടേണ്ടി വരുമ്പോൾ അവർക്ക് അന്തരംഗത്തിൽ ഒരു അറിവുണ്ട്, മേളിൽ എനിക്കൊരു പിടിയുണ്ടെന്ന്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് മേളിൽ ഒരു പിടിയുണ്ട്. എന്നെ ഭീതിപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന അനുഭവം വരുമ്പോൾ ഞാൻ അകത്ത് കയറും, കഥകടയ്ക്കും, ദൈവസന്നിധിയിൽ മുട്ടുകുത്തും, കണ്ണുനീരൊഴുക്കും. മറുപടിയുണ്ട്, ഉദ്ധാരണമുണ്ട്, വിമോചനമുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഒരു അന്തരീക്ഷം അങ്ങനെ അനുഭവിപ്പാൻ ഇടയായി തീരും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം തന്നെ 28-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചു. ഹല്ലേലൂയ. ശ്രദ്ധയോടെ കേട്ടു ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നീ കേട്ട് പ്രമാണിച്ച് അതനുസരിച്ച് നടന്നാൽ ഞാൻ നിന്റെ സ്തോത്രം, നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. ഈ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത്. ഒരുവൻ ഈ ലോകത്തിലെ നന്മയ്ക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവൻ സകല മനുഷ്യരിലും വരുവാനുള്ള നിത്യതയിൽ ഓടാനുകോടി ദൈവജനങ്ങളോടൊപ്പം എനിക്കും സന്തോഷിപ്പാനും കർത്താവിനെ പോലെ രൂപാന്തരപ്പെട്ട് തേജസ്കരണം പ്രാപിച്ച് കർത്താവിനോടുകൂടെ ആരാധിപ്പാൻ കഴിയും. എന്നാൽ അതൊരു ഒന്നാമത്തെ വിഷയമാണ്. ഈ ഭൂമിയിലും ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിനോട് സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയാണെന്നറിയാമോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നീ കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കപ്പെടും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഗർഭഫലവും കൃഷിഫലവും ആടുകളുടെ വേറും പിറപ്പും അനുഗ്രഹിക്കപ്പെടും, നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും.
നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കള് യഹോവ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, എന്നാൽ 7 വഴിയായി മടങ്ങിപ്പോകും. ഇതൊക്കെ ദൈവവചനമാണ്. പഴയ നിയമത്തിൽ ആരാണ്ടോടോ ഏതോ ഒരു ദൈവം പറയുന്നതായിട്ട് ആരും തരം താഴ്ത്തരുത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവീയ പ്രമാണങ്ങൾ അനുസരിച്ച് നടന്നാൽ ആകാശത്തിന് മാറ്റം ഉണ്ടാകാം, വിശ്വസിക്കൊന്നും വേണ്ട. ഭൂമിക്ക് മാറ്റം ഉണ്ടാകാം, ഭൂമിയെ വിശ്വസിക്കൊന്നും വേണ്ട. ആകാശം മാറിപ്പോവും, ഭൂമിയും മാറിപ്പോവും. ചെറിയൊരു പ്രകൃതിക്ഷോഭം വന്നാൽ മതി. നമുക്കറിയാം, ഒരു വയനാടിലൊക്കെ സംഭവിച്ചു. അങ്ങനെ പലയിടങ്ങളിൽ സംഭവിച്ചു. ആകാശത്തെ ഭൂമിയൊന്നും വിശ്വസിക്കേണ്ടെന്ന്. എന്നാൽ എൻ്റെ വചനം, എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള എൻ്റെ വചനത്തിന് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റം വരികയില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വളരെ പെട്ടെന്ന് 1-2 കാര്യങ്ങൾ ഓർപ്പിച്ചിട്ടിരിക്കാൻ ആഗ്രഹിക്കുക. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിച്ചു. നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എന്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ്സും തരും. കേൾക്കണേ, നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ ശലോമോനോട് പറയുക. നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എൻ്റെ വഴികൾ നടന്നാൽ നിന്റെ ആയുഷ്കാലം ശുഭപ്പെട്ടിരിക്കും. മേത്തരമായ ഗോതമ്പ് കൊണ്ട് നീ പോഷിപ്പിക്കപ്പെടും, പാറയിലെ തേൻ കൊണ്ട് നീ തൃപ്തിയാകും. അത് മാത്രമല്ല, നിനക്ക് ദീർഘായുസ് ഉണ്ടാകും. അപ്പോൾ ഒരു ചോദ്യം, പരമാർത്ഥതയോടും നിഷ്കളങ്കതയോടും നീതിയോടും വിശുദ്ധിയോടും കൂടെ നടന്നും കർത്താവിനെ സേവിക്കുന്ന ചില ചെറുപ്പക്കാർ പെട്ടെന്ന് ആക്സിഡന്റും മാരകരോഗവും വന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. ദൈവമേ, അവിടുത്തെ വചനം ഇങ്ങനെയാണല്ലോ, അവരുടെ ദീർഘായുസ് ഉണ്ടാകുമെന്ന്. ഈ വചനം കേട്ട് പ്രമാണിച്ച് അനുസരിച്ച് നടക്കുന്നവർക്ക് ദീർഘായുസ് ഉണ്ടാകുന്നു. പിന്നെ ഇങ്ങനെ എന്താ സംഭവിച്ചത്? ദൈവം ആണ് നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് കുറച്ച് നാൾ ഒരു എക്സിബിഷന്, ഒരു പിക്നിക്കിന്, അല്ലെങ്കിൽ ഒരു ദേശം കാണാൻ വേണ്ടി സ്കൂളിൽ നിന്നൊക്കെ എക്സ്കർഷന് പോകും എന്ന് പറഞ്ഞ പോലെ ഒരു കുറച്ച് ഷോർട്ട് ടൈം ഈ ലോകത്തിലേക്കൊന്ന് അയച്ചിരിക്കും. നമ്മുടെ ഉടയവൻ ദൈവം തമ്പുരാനാ. ഈ അയച്ചവന് തിരികെ വിളിക്കാനും അധികാരമുണ്ട്. കാരണം ഉടയവനോട് ഉടമസ്ഥനോടും ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശം. അവിടെയാ അതിന്റെ വിഷയം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവത്തിൻ്റെ വിവേചന അധികാരത്തെ, എൻ്റെ ദൈവത്തിൻ്റെ തീരുമാനത്തെ, എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹത്തെ തടയാൻ ആർക്കും കഴിയും. ഒരിക്കലും ഒരു ചോദ്യം ഒരാൾ ചോദിച്ചു, ശ്രദ്ധിക്കണേ. ഈ അനന്യാസ് സഫീറി, അനന്യാസ് നമ്മളെക്കാളൊക്കെ ഒത്തിരി നല്ല മനുഷ്യനായിരുന്നു. ഈ അക്കാലഘട്ടത്തിൽ എല്ലാവരും തങ്ങളുടെ വസ്തുവകളെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാക്ക വെക്കണമെന്നൊരു പ്രമാണമൊന്നുമില്ല. പക്ഷേ പലരും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അനന്യാസം വിചാരിച്ചു അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ച് വസ്തുവകൾ വിറ്റ് അപ്പോസ്തലന്മാർ കാക്ക കൊണ്ടുപോയി വെച്ചു. പക്ഷേ ഒരു ഭാഗം എടുത്ത് വെച്ചു. അതിൻ്റെ പരിണതഫലം ഈ ചോദിച്ചു, ഈ സ്തോത്രം, നീ നിലം വിൽക്കുന്നതിന് മുമ്പ് നിൻ്റേതായിരുന്നല്ലോ, വിറ്റ് കഴിഞ്ഞ് നിൻ്റേതല്ലേ, പിന്നെ ഒരു ഭാഗം എടുത്ത് എന്തിനു വെച്ചു എന്ന് പത്രോസ് ചോദിച്ചു. പെട്ടെന്ന് തൽക്ഷണം അവിടെ വീണ് അനന്യാസ് മരിക്കുന്നു. എന്നാലേ അനന്യാസ് തിരിച്ചു വരാൻ നോക്കിയിരിക്കുക ഭാര്യ സഫീറ. വന്നില്ല. അവസാനം തിരക്കി ചെല്ലുക. അങ്ങനെ വായിക്കുന്നത്. അപ്പോഴാണ് വിവരം അറിയുന്നത്, നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാല് നിന്റെ പുറയിലുണ്ടെന്ന് പറഞ്ഞു. അന്നേരം എന്നോട് ചോദിച്ച ഒരാൾ ചോദിച്ചു, എന്തൊരു മര്യാദയാണ് അപ്പോസ്തലനായ പത്രോസൊക്കെ കാണിച്ചത്. ഭർത്താവ് മരിച്ച് ആ ഡെഡ് ബോഡി പോലും ഒന്നും വിട്ടുകൊടുത്തില്ലല്ലോ, ഭാര്യയെ പോലും കാണിക്കാതെ കുഴിച്ചിട്ടെന്ന്. എന്തോ ഇതാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി, ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. സ്വന്തം എന്നാ കുറ്റം ചെയ്തത്? വല്ലതും കട്ടോ, ആരുടെയും മോട്ടിച്ചോ? വസ്തുവക വിറ്റു ഒരു ഭാഗം എടുത്ത് വെച്ചു, പാവം അത്ര ചെയ്തു. പക്ഷേ അപ്പോസ്തലന് മുമ്പിൽ തട്ടിപ്പോയി. എന്ന് മാത്രമല്ല, ഭാര്യയോട് പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ഒരു അറ്റാക്ക് വന്നാന്ന് പറഞ്ഞ് കൊടുക്കുകയായിരുന്നു. ഒരു മര്യാദയുണ്ടായിരുന്നു. അതുപോലുമില്ല, കുഴിച്ചിട്ടു. കുഴിച്ചിട്ടേച്ച് വരുന്നവരുടെ കാലിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടെന്ന് സഫീറയോട് പത്രോസ് പറയുന്നു.
നിങ്ങളാണ് എന്നാ ഉത്തരം കൊടുത്തേര് അതിന്? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ആ വേദഭാഗത്താരും, വിശ്വാസികളോട് അവിശ്വാസികളോട് പലരുമുണ്ട്, ഒരുത്തരും അപ്പോസ്തലനോടോ അപ്പോസ്തലന്മാരുടെ ഈ പ്രവൃത്തിയോയോ ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടില്ല. ആരും എന്തുകൊണ്ട് നിങ്ങൾ ഈ അനീതി ചെയ്തെന്ന പത്രോസിനോടോ ശേഷം അപ്പോസ്തലന്മാരോടോ വിശ്വാസികളോടോ സകല മൂപ്പന്മാരോടോ ആരോടും ചോദിച്ചില്ല. കാരണം അക്കാലഘട്ടത്തിലും ഇക്കാലഘട്ടത്തിലും ദൈവം നേരിട്ട് ചില ഇടപെടലുകളും പ്രവൃത്തികളും ചെയ്യും. അതിനെ ചോദ്യം ചെയ്യാൻ മനുഷ്യൻ പിന്നീട് പല സംഭവങ്ങൾ കാണുന്നുണ്ട്. ഈ ദൈവത്തിന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്തതായിട്ട് ഒരൊറ്റ വാക്യം പോലും തിരുവെഴുത്തിലില്ല. അന്നത്തെ ആളുകൾക്ക് ചോദ്യം ചെയ്യാനായിട്ട് ധൈര്യമില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ആളുകൾക്ക് എന്തുകൊണ്ട്? സ്തോത്രം. പ്രിയരെ, ദൈവത്തിന്റെ പ്രവൃത്തി വളരെ വലുതാ. ദൈവത്തിന്റെ പദ്ധതിയെ നാം ആരും ചോദ്യം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾക്കനുസരിച്ച് നമുക്ക് മുന്നോട്ട് നടക്കാം. നമുക്കറിയാമല്ലോ, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അതുകൊണ്ട് ദൈവം അവനെ എടുത്തുകൊണ്ട് പോയി. നോഹ ദൈവത്തോടു കൂടെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. മോശ ദൈവത്തെ അഭിമുഖമായി സംസാരിച്ചുകൊണ്ടിരുന്നു. മോശ ദൈവത്തോട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കും ദൈവത്തോടൊപ്പമായിരിക്കാൻ ദൈവശക്തി നമ്മളിൽ വ്യാപരിക്കട്ടെ. പ്രമാണത്തിനനുസരിച്ച് ജീവിക്കാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. നാം ഓരോരുത്തരും ദൈവത്തിന്റെ സമ്പത്താ. അതുകൊണ്ട് തന്നെ ദൈവം ശുഭകരമായ മേത്തരമായ അനുഭവങ്ങളിൽ ദീർഘകാലം നമ്മെ നടത്താൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം അവൻ നിങ്ങളെക്കുറിച്ച് നിരൂപിച്ചിരിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവെന്ന് ഞാൻ അറിയുന്നു. നോക്കണേ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി ഒരു ശുഭഭാവി ഈ വചനം, ഈ പ്രമാണം അനുസരിച്ചാൽ മതി കേട്ടോ. ഈ പ്രമാണത്തിനകത്ത് നിന്നാ മതി. യഹോവയായ ദൈവം തന്നെ വചനം ഓർത്തപ്പോൾ അബ്രഹാമിനെ ഓർക്കേണ്ടതായിട്ട് വന്നു. നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. വിനയത്തോടെ താഴ്മയോടെ ദൈവത്തിന് നമുക്കായിരിക്കാം. കൃപാലുവായ ദൈവത്തിന് വിശ്വസ്തത നമ്മെ ഭരിക്കുമാറാകട്ടെ. ദൈവം നമ്മെ നമ്മുടെ കാര്യങ്ങൾ